PM ശ്രീ വിവാദത്തിൽ തിളച്ചു മറിയുകയാണ് കേരള രാഷ്ട്രീയം. PM ശ്രീയുമായി മുന്നോട്ട് പോകുമെന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് ആ നിലപാടിൽ നിന്നും യു-ടേൺ അടിച്ചു. ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നാണ് ഇന്ന് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചതോടെയാണ് അടൂർ പ്രകാശിന്റെ ഈ നിലപാട് മാറ്റമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. മുന്നണി യോഗത്തിൽ PM ശ്രീ ചർച്ചയായില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതോടെ അടൂർ പ്രകാശ് വെട്ടിലാവുകയായിരുന്നു. ഇതിനിടെ PM ശ്രീ ധാരണാപത്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്രം അറിയിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് MP അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഉത്തരം നൽകിയത്. PM ശ്രീ വിഷയത്തിൽ വിശദീകരിച്ച് കൂടുതൽ വെട്ടിലാവുകയാണോ സംസ്ഥാന സർക്കാർ? PM ശ്രീയിലെ അടിക്കടിയുള്ള ഈ നിലപാട് മാറ്റം UDF-ന് തിരിച്ചടിയാകുമോ? കാണാം RDX റാപ്പ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഏതൊക്കെ സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കണമെന്ന് UDF തീരുമാനിക്കുമെന്നും കൺവീനർ അടൂർ പ്രകാശാണ് ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചത്. മുന്നണി യോഗത്തിന് ശേഷമായിരുന്നു അടൂർ പ്രകാശിന്റെ ഈ പ്രസ്താവന. എന്നാൽ അങ്ങനെയൊരു ചർച്ചയെ നടന്നിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതോടെയാണ് അടൂർ പ്രകാശ് നിലപാടിൽ മലക്കം മറിഞ്ഞത്. PM ശ്രീയുമായി മുന്നോട്ട് പോകുമെന്ന് താൻ പറഞ്ഞില്ല എന്നാണ് ഇന്ന് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത്. PM ശ്രീയുമായി മുന്നോട്ട് പോകുമെന്ന UDF കൺവീനറുടെ പരാമർശത്തിൽ കടുത്ത അതൃപ്തിയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതേസമയം PM ശ്രീയിൽ നിന്ന് പിന്മാറാനാവില്ലെന്ന സംസ്ഥാന സർക്കാർ നിലപാടും ഇന്ന് പൊളിഞ്ഞു. പദ്ധതിയിൽ ഒപ്പിട്ട ശേഷവും സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി രാജ്യസഭയിൽ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ MP അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിനാണ് കേന്ദ്രമന്ത്രി ഉത്തരം നൽകിയത്. ഇന്നലെ കോൺഗ്രസ് MP ജെബി മേത്തറുടെ ചോദ്യത്തിന് കേരളത്തിൽ PM ശ്രീ നടപ്പാക്കിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. PM ശ്രീ നടപ്പാക്കുമെന്നോ പിന്മാറാൻ പറ്റില്ല എന്നോ താൻ പറഞ്ഞിട്ടില്ല എന്നാണ് അടൂർ പ്രകാശ് ഇന്ന് പറഞ്ഞത്. PM ശ്രീയുമായി മുന്നോട്ട് പോകുമെന്നും ഏതൊക്കെ സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കുമെന്ന് UDF തീരുമാനിക്കുമെന്നുമായിരുന്നു അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത്. ആ രണ്ട് പ്രതികരണങ്ങളും ആദ്യം കേട്ടുവരാം. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അന്നത്തെ ഗവൺമെൻറ് എന്നുള്ള നിലയിലും LDF ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഈ MOU ഒപ്പിട്ടത്. അത് നടപ്പാക്കുക. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ട് എവിടെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് UDF തീരുമാനിക്കും. അങ്ങനെയൊരു തർക്കം UDF യോഗത്തിൽ അങ്ങനെയൊരു തർക്കമേ ഉണ്ടായിട്ടില്ല. UDF യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ അങ്ങനെ എടുത്ത് പ്രത്യേകമായി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തു എങ്കിൽ മാത്രമേ UDF യോഗത്തിൽ ഒരു തർക്കം വരികയുള്ളല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. PM ശ്രീ വിഷയം മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായില്ലെന്നും ഉപസമിതി റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതിലേക്ക് കൂടി ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെൻറ്റിന് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDF-ഉം പറയും, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയും, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല. UDF കൺവീനർ പറഞ്ഞതിനെക്കുറിച്ച് അറിയില്ലെന്നും ഉപസമിതി റിപ്പോർട്ട് വരട്ടെ എന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. PM ശ്രീയിൽ നിന്ന് പിന്മാറാമെന്ന കേന്ദ്രം പറഞ്ഞതിനെക്കുറിച്ച് അറിയില്ലെന്നും KM ഷാജി ഇന്നു പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമസഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബ്ലിയിൽ ക്യാബിനറ്റിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അതിൽ ഔദ്യോഗികമായി കമന്റ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് വേറെ വേണമെങ്കിൽ പലതും പറയാം. പക്ഷെ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ക്യാബിനറ്റിന്റെ സ്പിരിറ്റിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ സംസ്ഥാനത്തിന് ഫണ്ട് കിട്ടില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. PM ശ്രീയിൽ അമ്പരിപ്പിക്കുന്ന ന്യായീകരണവുമായാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഇന്ന് രംഗത്തെത്തിയത്. സംസ്ഥാനങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറാമെന്ന വാദം ഇന്നലെയാണ് അറിയിച്ചതെന്നായിരുന്നു റോജി എം ജോണിന്റെ പ്രതികരണം. ഒപ്പിട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ എന്ത് വേണമെന്നുള്ളതാണ് ഇന്നലെ UDF ചർച്ച ചെയ്തത്. വിദ്യാലയങ്ങളെ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് ഫ്രീഡം വേണം തുടങ്ങിയിട്ടുള്ള ചില നിബന്ധനകൾ ആണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ വെക്കാൻ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇന്നലെ UDF കൺവീനർ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നു. നിലവിൽ ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഞങ്ങൾ കരാർ പഠിച്ചപ്പോൾ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നുള്ളതായിരുന്നു.
പക്ഷേ ഇന്നലെ മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറാം എന്നുള്ള ഒരു പ്രസ്താവന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പരിശോധിച്ച് നിയമപരമായിട്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് അതിനകത്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. PM ശ്രീയിലെ കേന്ദ്ര വിശദീകരണത്തോടെ UDF സർക്കാരിന്റെ കാപട്യം പുറത്തു വന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. രാജ്യസഭയിൽ ചോദ്യമുന്നയിച്ച UDF എംപിമാർ സതീശന്റെ മൂടുപടം വലിച്ചു കീറിയെന്നും ബ്രിട്ടാസ് പറഞ്ഞു. ലീഗിനെ കൊണ്ട് പദ്ധതി നടപ്പിലാക്കുമെന്ന BJP പ്രഖ്യാപനം UDF കൺവീനർ നടപ്പിലാക്കുന്നുവെന്ന് മുൻമന്ത്രി V ശിവൻകുട്ടിയും പരിഹസിച്ചു. UDF എന്നുള്ള ആ പേര് തന്നെ സംജ്ഞ തന്നെ മാറ്റി UTF യു ടേൺ ഗവൺമെന്റ് എന്നെടുക്കേണ്ട സമയമായി. സതീശന്റെ ഈ കാപട്യത്തിന്റെ മൂടുപടം വലിച്ചു കീറാൻ വേണ്ടി ഇങ്ങനെ രംഗത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം കളവ് പറയുന്നത് കേരള സമൂഹത്തോട്? ഇതുപോലൊരു വഞ്ചന ഇവർ കാണിക്കാൻ കഴിയും. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുൻപ് പരസ്യമായി പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ഞങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പിലാപ്പിക്കും എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കൊണ്ട് PM ശ്രീ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുമെന്ന് BJP നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അപ്പം മിക്കവാറും അവരങ്ങനെ മുദ്രാവാക്യം വിളിച്ച് നമ്മൾ കേരളത്തെ ആവേശപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. ഇതിനിടെ PM ശ്രീയിലെ സർക്കാർ നിലപാടിനെ വിമർശിച്ച പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയും ഇന്ന് രംഗത്ത് വന്നു. അധികാരത്തിലെത്തിയാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ അധികാരത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നമ്മൾ കണ്ടുവെന്നും പാളയം ഇമാം ഇന്ന് പറഞ്ഞു. രാഷ്ട്രീയക്കാര് പണ്ടേ അങ്ങനെയാണ്, ഒന്ന് പറയും വേറൊന്ന് പ്രാവർത്തികമാക്കും. ആദ്യം PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. അധികാരത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കാണുന്നു. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പ്രായോഗിക നിലപാടുകളാണ്, പ്രാവർത്തികമാക്കുന്ന പ്രായോഗിക നിലപാടുകളാണ് പ്രധാനം എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, എന്നിട്ടിപ്പോൾ ഇന്നലെ ഒന്ന്, ഇന്ന് വേറൊന്ന്. ഇങ്ങനെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടും തിരുത്തിയും മറ്റൊരു നിലപാട് കേന്ദ്രത്തിലെടുത്തുകൊണ്ടും അവിടെ നിന്ന് മറുപടി വാങ്ങിച്ച് ഇവിടെയുള്ളവർ വീണ്ടും നുണക്കൊട്ടാരങ്ങൾ പൊളിഞ്ഞു വീഴുകയും ഇതൊക്കെ കണ്ട് നാട്ടുകാരുടെ എനിക്ക് തോന്നുന്നു ആളുകൾ എന്തായിരിക്കും, പ്രേക്ഷകരടക്കം ജനങ്ങൾ, ഇവിടെയുള്ള ജനങ്ങൾ എന്തായിരിക്കും ഇപ്പോൾ കരുതുന്നുണ്ടാവുക എന്ന് ഞാനിങ്ങനെ കേൾക്കുക. ചില പ്രതികരണങ്ങളൊക്കെ നമുക്കൊക്കെ ലഭ്യമാണ്, നമ്മൾ കോഴിക്കോട് നിന്നും അല്ലാതെയൊക്കെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു. എന്നാലും ഇതെന്തൊരു തരം രാഷ്ട്രീയ അവസ്ഥയാണ് നിലവിൽ UDFൽ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു PM ശ്രീയോടുകൂടി ഇതൊരു വല്ലാത്ത ശ്രീയാവുകയാണ് നിലവിൽ UDFനെ സംബന്ധിച്ച്. അല്ല, ഇത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിഷയമാവാൻ കാരണം ഇന്നിപ്പോൾ പാളയം ഇമാം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ചതാണ് PM ശ്രീ. അപ്പോൾ PM ശ്രീ വഴി ഈ സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി അത് സംസ്ഥാനത്ത് നടപ്പാക്കാൻ വേണ്ടി അന്നത്തെ പിണറായി സർക്കാർ ശ്രമിക്കുന്നു എന്ന വാദമാണ് മുന്നോട്ട് വച്ചിരുന്നത്. അപ്പോൾ അത് ആ നിലയ്ക്ക് മുന്നോട്ട് വെച്ച് വിജയിപ്പിച്ച് വോട്ട് നേടി അധികാരത്തിലെത്തി സർക്കാർ, UDF സർക്കാർ. അപ്പോൾ അതിനുശേഷം ആ കാര്യത്തിൽ ഒരു സർക്കാർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഭരണകക്ഷി എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടി അവധാനതയാകാം. ഇക്കാര്യത്തിൽ എനിക്ക് ആകെ ഇവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയൊരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് എന്താണ് PM ശ്രീ എന്ന് ഇവർ പഠിക്കണം. കാരണം ഇവർ പലരുടെയും പ്രസ്താവനയിൽ നിന്ന് PM ശ്രീ എന്താണെന്നോ ഇപ്പോഴതിൻ്റെ സ്ഥിതി എന്താണെന്നോ ഇത് അവസാനിക്കാൻ എത്ര കാലയളവുണ്ട് എന്നോ ഒന്നും ഒരു വ്യക്തതയില്ലാതെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്നോ കരാറും ധാരണാപത്രവും ഒന്നാണോ എന്നോ ഈ കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത ഇല്ലാത്ത പോലെയാണ് ഇവരെല്ലാവരും പ്രതികരിച്ച് കാണുന്നത്. അതിനപ്പുറം ഒന്ന് അതിനെക്കുറിച്ച് പഠിച്ച് പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഉപസമിതിയെങ്കിലും, ഇപ്പോൾ ഒരു ഉപസമിതിയുണ്ട്, ക്യാബിനറ്റ് ഉപസമിതി, ആ ഉപസമിതിയെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ഇനി അതിനെക്കുറിച്ചൊരു പ്രതികരണം നടത്താൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനിടയ്ക്ക് ദയവ് ചെയ്ത് ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ടുള്ള രാജ്യസഭാ എംപിമാർ ഇനി ചോദ്യം ചോദിക്കുകയും വരുത് പാർലമെൻറ്റിൽ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് മുമ്പ് വളരെ പകൽ പോലെ വ്യക്തമായിരുന്ന ചില വിഷയങ്ങളുണ്ട് അന്ന് തന്നെ. അതായത് ആദ്യഘട്ടത്തിൽ LDF സർക്കാരിൻ്റെ കാലത്ത് വിവാദമാകുമ്പോൾ തന്നെ പകൽ പോലെ വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനുമേൽ ഇങ്ങനെ കരിമ്പടം വിരിച്ചിട്ടാണ് കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ഈ കാര്യത്തിൽ LDFനും ഇന്നലെയും നമ്മൾ ഈ കാര്യങ്ങൾ തന്നെ എടുത്ത് ചർച്ചയ്ക്ക് എടുത്തതായതുകൊണ്ട് ചില ആവർത്തനങ്ങൾ ഉണ്ടാവാം, എന്നാലും ഞാൻ പറയുകയാണ്. അതായത് അന്ന് ഈ 2022 ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ തന്നെ കോൺഗ്രസ് അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലല്ല, കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അപ്പോൾ തന്നെ റെഡിയാണ്. ഹിമാചൽ പ്രദേശും കർണാടകവും അപ്പോൾ തന്നെ ഒപ്പിട്ടിട്ടുണ്ട്.
അതിനുശേഷം തൊട്ട് പിന്നാലെ തെലങ്കാന ഒപ്പിട്ടിട്ടുണ്ട് 2023. ഈ മട്ടിൽ അവരെല്ലാം ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഇതിനകത്ത് പ്രശ്നം? എന്താണ്? PM ശ്രീ ഒപ്പിട്ടാൽ ആ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ പഠനം നടക്കുക എന്നുള്ളതാണ് പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. ആ കാര്യത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? അത് രാജസ്ഥാൻ അടക്കം ആ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ നേരത്തെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഈ അവസ്ഥ അതുകൊണ്ട് കോൺഗ്രസിനെ വിടാമെന്ന് ഞാൻ ഇന്നലെ പോലും പറയുന്നത് അതുകൊണ്ടാണ്, നേരത്തെയും ആവർത്തിക്കുന്നതാണ്. പക്ഷെ ലീഗ് അങ്ങനെയല്ല. ലീഗ് വ്യത്യസ്തമായി ഈ കാര്യത്തിലൊരു നിലപാടുണ്ട്. ലീഗിൻ്റെ കയ്യിലാണ് ആ വകുപ്പുള്ളത്. അപ്പോൾ അവർക്ക് ഈ തീരുമാനം എടുക്കുന്നതിനകത്ത് അവർക്കൊരു അധിക ഉത്തരവാദിത്വമുണ്ട്. അതവർ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ആശങ്ക. അതായത് അവരതിനകത്ത് ഇപ്പോൾ PM ശ്രീയിൽ വേറൊരു നിവൃത്തിയുമില്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല ആകെപ്പാടെ പ്രശ്നത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഫണ്ട് കിട്ടാത്ത അവസ്ഥ ആകെപ്പാടെ ഞെരുക്കുന്നു കേന്ദ്ര സർക്കാർ. അങ്ങനെയെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേറൊരു നിവൃത്തിയില്ലെങ്കിൽ PM ശ്രീയിൽ ഒപ്പിട്ടായാലും ആ കാശ് മേടിച്ചിട്ട് ആ പരിപാടി നടത്തണമെന്നുള്ള അഭിപ്രായം ആണ് എനിക്ക് വ്യക്തിപരമായി ഉള്ളത്. കാരണം അല്ലാതെ ഇതിനെ പ്രതിസന്ധിയിലാക്കി കളയരുതല്ലോ. ഇനി അതല്ല, എന്നിട്ട് അതിന് കേസിന് പോട്ടെ, അതിന് കേസ് വാദിക്കട്ടെ. ഇത് ഈ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം കേന്ദ്രം നടത്തിയിരിക്കുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിൽ വാദിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വാദിക്കട്ടെ. പക്ഷേ അതിനൊന്നും പോകാതെ ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം, അതായത് ആലോചനയില്ലാതെ പറയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം. ഇന്നിപ്പോൾ നമുക്ക് മുന്നിൽ വന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇക്കാര്യത്തിൽ നമ്മളെ സഹായിച്ചതാരാണ്? കേരളീയ സമൂഹത്തെ സഹായിച്ച ജെബി മേത്തറിനും ഈ ഇദ്ദേഹത്തിനും അബ്ദുൾ വഹാബിനും പ്രത്യേകം നന്ദി പറയണം. കാരണം എന്താണ്? കേരളം PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന്, അതിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായി ഇല്ല എന്നുള്ള ഉത്തരം ജെബി മേത്തർക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് പിന്മാറിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അബ്ദുൾ വഹാബിനും ഉത്തരം കിട്ടി. അതോടെ എന്താണ് നമുക്ക് മനസ്സിലായത്? കേരളം തൽക്കാലം ഇതുവരെ PM ശ്രീയിൽ നിന്ന് ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല. ഇനി പിന്മാറിയാലും വേറെ കുഴപ്പമൊന്നുമില്ല, PM ശ്രീയുടെ ഫണ്ട് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഇനി PM ശ്രീ കാലാതിവർത്തിയായി അങ്ങ് പോകുന്ന ഒരു സംഗതിയാണോ? അല്ല. 2027 മാർച്ച് 31 അതിൻ്റെ കാലാവധി അവസാനിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവസാനിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇനി 7 മാസം 8 മാസമാണ് അതിനാകപ്പാടെ ബാക്കിയുള്ളത്. അതിനിടയിൽ ഇത് അവസാനിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ ഇന്ന് KM ഷാജിയോട് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച്, അല്ല ഈ പാർലമെന്റിൽ ഇങ്ങനെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലോ, ഇതിൽ നിന്ന് പിന്മാറിയ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ തീരുമാനം എന്നുള്ളത്? അതായത് നമുക്കിവിടെ എന്താണ് പ്രശ്നം? സമഗ്ര ശിക്ഷാ അഭിയാൻ അടക്കമുള്ള മറ്റു പദ്ധതികളുടെ ഫണ്ട് തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ PM ശ്രീ നടപ്പാക്കിക്കൊണ്ട് അവിടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പറ്റില്ല എന്ന് ഇടതു മുന്നണിയേക്കാൾ ഉറക്കെ പറയുന്നുണ്ടല്ലോ മുസ്ലിം ലീഗ് ആ കാലത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ലീഗിന് അതിനകത്ത് ആലോചിക്കാനൊന്നുമില്ല. അപ്പോൾ പിൻവാങ്ങിയാലും മറ്റൊന്നും സംഭവിക്കില്ല PM ശ്രീയിൽ നിന്ന് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പിൻവാങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ KM ഷാജി കസർത്ത് നടത്തുകയാണ്. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വീണ്ടും കസർത്ത് നടത്തുന്നു. അതല്ലാതെ ഉത്തരം പറയാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. അതിനാണ് ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉത്തരം പറയാമെന്ന്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നി അദ്ദേഹം ഒരു സെൻറ്റൻസ് കൂടി പറഞ്ഞു. ഏതെങ്കിലും ഒരു UDF കാരൻ പറഞ്ഞെന്ന് വെച്ച് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നത്. ആരാണ് ഈ ഏതെങ്കിലും ഒരു UDF കാരൻ? UDF കൺവീനർ. ഈ ഏതെങ്കിലും ഒരു UDF കാരൻ അദ്ദേഹം പറഞ്ഞത് UDF കൺവീനറെ കുറിച്ചാണ്, അടൂർ പ്രകാശിനെ കുറിച്ച്. അദ്ദേഹം ഇന്നലെ പറഞ്ഞതിനെ കുറിച്ചാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത്? ഇനി അതിനേക്കാൾ എന്നെ ഞെട്ടിച്ച 2 പ്രസ്താവനകൾ ഇന്ന് വന്നത്, ഒന്ന് രമേശ് ചെന്നിത്തലയുടെയും ഒന്ന് റോജി M ജോണിൻ്റെയുമാണ്. കാരണം രമേശ് ചെന്നിത്തല ഇന്ന് പറയുകയാണ് ഈ PM ശ്രീയിൽ ഒപ്പിട്ടു ആനുകൂല്യവും പറ്റി എന്ന്. അതായത് ഇന്നലെ നടന്നതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അതായത് ഇതിൽ വ്യക്തത വന്ന കാര്യവും ജെബി മേത്തറുടെ ചോദ്യവും ഉത്തരവും വന്ന കാര്യവും ഒന്നും ഇന്ന് രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പമുള്ളവർ, അദ്ദേഹത്തെ അറിയിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവർ അത് അറിയിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടുകൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അത് ഒപ്പിട്ടു, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, അതിൻ്റെ ആനുകൂല്യവും പറ്റി എന്ന് മുമ്പ് VD സതീശൻ സർക്കാർ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഷംസുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ് എന്നുള്ളത് ഏതായാലും തെളിഞ്ഞ കാര്യമാണ്. അങ്ങനെ വ്യക്തത വന്ന ഒരു വിഷയത്തിൽ വീണ്ടും ഈ തെറ്റിദ്ധാരണ പരത്തുന്ന മട്ടിൽ അർത്ഥസത്യങ്ങളോ അസത്യമോ പറഞ്ഞു പിന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കാരണം മുമ്പത്തെ പോലെ പണ്ടൊക്കെ സർക്കാരുകളുടെ കാലത്ത് ഇങ്ങനെ ഈ മന്ത്രിമാരൊക്കെ ഇങ്ങനെ ചില ചെപ്പടി വിദ്യകൾ കാണിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ കാലം കഴിഞ്ഞുപോയി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനും അതിനുള്ള മാർഗങ്ങളുണ്ട്. അത് ആളുകൾക്ക് മുന്നിൽ പകൽ പോലെ വ്യക്തമായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ വീണ്ടും നമ്മളെ പറ്റിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ശരിയല്ല. അപ്പോൾ അത് കാരണം എന്താ? ഈ കാര്യത്തിൽ ജെബി മേത്തറും അബ്ദുൾ വഹാബും വളരെ കൃത്യമായി നമുക്ക് മുന്നിൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കാര്യത്തിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ
ജബി മേത്തർക്കും ഈ അബ്ദുൾ വഹാബിനും ഉത്തരം കിട്ടിയതിന് ശേഷമാണ് അടൂർ പ്രകാശിൻ്റെ പ്രതികരണം വരുന്നത് ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ളത്. അങ്ങനെയാണ് UDFൻ്റെ ഒരു നിലപാട് തീരുമാനമെന്നുള്ളത്. അതായത് അതപ്പോൾ എങ്ങനെയാണ് ശരിയാവുക? അതായത് ഇതിൽ നിന്ന് പിൻവാങ്ങിയാൽ കുഴപ്പമില്ല, ഇപ്പോൾ ഒപ്പിട്ട് കാശൊന്നും മേടിച്ചിട്ടില്ല, ഈ രണ്ട് കാര്യവും അറിഞ്ഞാൽ പിന്നെ ഈ കാര്യത്തിൽ ഉറച്ച നിലപാടുള്ള UDF സർക്കാരിന് പിന്നെ പിൻവാങ്ങുന്നതിന് വേറൊന്നും ആലോചിക്കാനില്ല, രണ്ടാമതൊന്നും ആലോചിക്കാനില്ല, പിൻവാങ്ങാം. കാരണം എന്താ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് നടപ്പാക്കണം, അതാണ് ആ പദ്ധതിയുടെ അടിസ്ഥാനം. അപ്പോൾ അത് നമുക്ക് പറ്റില്ല, വേണ്ട, ബാക്കി കാശ് തന്നാൽ മതി, ഞങ്ങൾ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാവുന്നതേ ഉള്ളൂ. അതിന് പകരം ഇന്നലെ എന്തൊക്കെ കസർത്താണ് അടൂർ പ്രകാശ് കാണിച്ചതെന്ന് കൂടി ഓർക്കണം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് പ്രാഥമികമായി സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട് ഫണ്ട് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒപ്പിടുന്നതെന്നാണ്. അതായത് ഈ ഒപ്പിട്ടില്ലെങ്കിൽ കേന്ദ്രം കാശ് തരില്ല. ഇത് തന്നെയാണ് LDF സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റ് കാശുകൾ ഇവന്മാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണല്ലോ ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ ആ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് തന്ത്രപരമായി ഇവിടുത്തെ സിലബസിൽ അതൊന്നും നടപ്പാക്കാതെ അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അടൂർ പ്രകാശ് പറയുന്നത് ഇത് തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഞാനൊരു ചർച്ച കേട്ടപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആ ചർച്ചയിൽ നിന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? നമുക്കല്ല, ഇത് തന്നെയല്ലേ LDF സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇവിടെ ഈ കരിക്കുലത്തിൽ കുഴപ്പമുണ്ടാക്കാത്ത രീതിയിൽ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, പൈസ മേടിച്ചെടുക്കാം എന്നുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. അതിനെ വേറൊരു തരത്തിൽ വളരെ വർഗീയമായൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി മാറ്റുകയും അതിനെ എൻകാഷ് ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷമെങ്കിലും ഈ കാര്യത്തിൽ വ്യക്തതയോടെ ഉത്തരം പറയണം. രാഷ്ട്രീയം മുൻനിർത്തി തന്നെ നിലപാട് സ്വീകരിക്കണം. ഒരു രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞത്, ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയം ഏറ്റവും ഉറക്കെ പറഞ്ഞത് CPI ആണ്. ഇനി എന്തായിരുന്നു എന്നിട്ട് LDF സർക്കാർ അന്ന് സ്വീകരിച്ച സമീപനം? അതായത് ഇതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. LDF സർക്കാർ എന്ന് പറയുമ്പം വാസുകി കൊടുത്ത കത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അത് ഈ സർക്കാരിന് ആശങ്കയുണ്ട്. CPI വിമർശനം ഉന്നയിച്ചപ്പോൾ, എതിർപ്പ് ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായും ആ സർക്കാർ കൊടുത്ത കത്തെന്താ? ഇതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അതുകൊണ്ട് മരവിപ്പിക്കുകയാണ്, തൽക്കാലം മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ആ രണ്ടാമത്, അതായത് എന്നിട്ട് ഒപ്പിട്ടതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ഞങ്ങൾക്കിതിൽ ആശങ്കയുണ്ട്, ഞങ്ങളിത് മരവിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു അത് മരവിച്ചിരിക്കുന്ന സംഗതി ഇനി മുമ്പോട്ടില്ല. 27 തീരുന്ന സാധനം മരവിപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ പിന്നെ അത് മുമ്പോട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ ഒപ്പിട്ടതാണ്, കാശ് മേടിച്ചതാണ്, ഇനി എങ്ങനെയെങ്കിലും അപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലും തൊടുന്യായം പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിന് ലീഗ് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഇന്നത്തെ KM ഷാജിയുടെ കസർത്തും അത് മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമല്ല. തീർച്ചയായും ഇനി ഞാൻ എന്തെങ്കിലും PM ശ്രീയെക്കുറിച്ച് ഞാനായിട്ട് എന്തെങ്കിലും പറയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചേക്കിലെ മയിൽക്കുറ്റിക്ക് പോലും അറിയാം എന്താണ് PM ശ്രീ, LDF സർക്കാർ എന്താണ് ചെയ്തത്. അവർ MOU ഒരു ഘട്ടത്തിൽ ഒപ്പിട്ടു, അതിനുശേഷം അന്ന് പറഞ്ഞ കാരണം എന്താണെന്നറിയാം. SSK ഫണ്ട് അടക്കം തടഞ്ഞു നിർത്തുകയായിരുന്നു, അത് വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഒപ്പിട്ടത്, ഇതൊരു തന്ത്രപരമായ സമീപനമാണ് എന്ന് വീശി അങ്ങോട്ട് ആവർത്തിച്ച് പറയുകയായിരുന്നു. അത് കഴിഞ്ഞു, അതിനുശേഷം അത് മരവിപ്പിച്ചു, അതറിയാം. അന്ന് വലിയ നിലപാടെടുത്ത മനുഷ്യന്മാരാണ് ഇപ്പുറത്തെ പ്രതിപക്ഷത്തിരുന്നിരുന്നത്. അവർ ഭരണപക്ഷത്തിരുന്നപ്പം ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഇതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, വലിയൊരു U-ടേൺ ആണെന്നൊക്കെ ഇതിനോടകം തന്നെ അവർ തന്നെ അവരുടെ പ്രതികരണങ്ങളിലൂടെ, വിവിധ സമയത്തെ പ്രതികരണങ്ങളിലൂടെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും അടൂർ പ്രകാശിനെ ഇന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും രണ്ട് വാർത്താ മാധ്യമങ്ങളെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യമായിട്ടും ഓന്തു വന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുമെന്ന്. കാരണം ഈ മേഖലയിൽ, തങ്ങൾക്ക് വൈദഗ്ധ്യമുള്ള മേഖലയിൽ അതിനേക്കാൾ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനെ സ്വാഭാവികമായി നമ്മൾ ആരായാലും ഒന്ന് ബഹുമാനിച്ചു പോകും. അതിന്ന് എന്തായാലും ഉണ്ടായിരിക്കുന്നത്, അത് പറയാതിരിക്കാൻ കഴിയില്ല. വിജൃംഭിച്ചു പോയില്ലേ മനുഷ്യന്മാർ മുഴുവൻ. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല, ഇതുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടേയില്ല. ഇന്ന് ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഞങ്ങളിത് പരിശോധിക്കും, ഉപസമിതിയുണ്ട് എന്നൊക്കെ ലീഗിനോട് ചേർന്നിട്ടുള്ള ഒരു നിലപാടെടുത്ത് പോകുന്നു. അത് ഇനിയിപ്പോൾ ഞാൻ പറയാണ്, എന്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇവിടെ കഴിഞ്ഞു പോയതെന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്ന് LDF കണ്ടെത്തി കേന്ദ്ര കമ്മിറ്റി അടക്കം അംഗീകരിച്ച കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ആ കാലത്തെ രാഷ്ട്രീയ പ്രചാരണം, അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണം, അത് വികസനവും ക്ഷേമവും മുൻനിർത്തി മാത്രമുള്ളതാകുകയും അതിൽ അവരുടെ രാഷ്ട്രീയം ഉൾച്ചേർക്കാൻ പറ്റിയിട്ടുമില്ല എന്നുള്ളതാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി LDF കണ്ടെത്തിയിരിക്കുന്നത്. ആ സമയത്ത് അതുകൂടി പരിഹരിച്ചുകൊണ്ട്, അതുകൂടി ഉൾച്ചേർത്തുകൊണ്ട്, അതായത് വലിയ രാഷ്ട്രീയം ഉൾച്ചേർത്തുകൊണ്ട് രാഷ്ട്രീയ പ്രചാരണം നടത്തിയവരായിരുന്നു UDF. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധം PM ശ്രീ ആയിരുന്നു അവർക്ക്. ആ PM ശ്രീയിൽ കോൺഗ്രസ് ഒരു വലിയ നിലപാടെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നിലപാടുകളുടെ രാജകുമാരനായ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തിരുന്നത് ലീഗായിരുന്നു.
എന്തൊക്കെ നിലപാടുകളാ ഇത് വി ഡി സതീശൻ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്തൊക്കെ നിലപാടുകളാണ് എടുത്തിരുന്നത്? ഏറ്റവും സ്വാഗതാർഹമായ നിലപാടുകളായിരുന്നു എടുത്തിരുന്നത്. നമ്മൾ പോലും പല വിഷയങ്ങളിലും ഇദ്ദേഹം ഈ നിലപാടിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞ് ഇതൊരു പ്രതീക്ഷയാണല്ലോ എന്നായിരുന്നു കണ്ടിരുന്നത്. സ്വാഭാവികമായും അത് ലീഗിനടക്കം ബോധിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗ് കോണി വെച്ച് കൊടുക്കുകയായിരുന്നു കോൺഗ്രസിന് മലബാറിലടക്കം. അതുകൊണ്ട് തന്നെയല്ലേ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ തേരോട്ടം തന്നെ അവിടെ നടത്തിയിരിക്കുന്നത്. ഈ PM ശ്രീ വഴി ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വാക്കുകൾ തന്നെ കടമെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് CPIM BJP ബന്ധത്തിൻ്റെ ഇടനില ശ്രീ M ആയിരുന്നു. ഇപ്പോൾ BJP CPM ബന്ധത്തിൻ്റെ ഇടനില PM ശ്രീ. RSS അജണ്ട ഇവിടെ നടപ്പാക്കുകയാണ്. ഇത് കീഴടങ്ങലാണ്, ഇത് കുനിഞ്ഞു നിൽക്കലാണ്. എന്തൊക്കെയായിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്? അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെയുള്ള ഒരു വലിയ സമൂഹത്തിന് ഒരു വേള ഇടതുപക്ഷത്തിലുള്ള ആളുകൾക്ക് പോലും സംശയമായി, ഇതെന്താ ഒരു സന്ധി ചെയ്യലാണോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായും ന്യൂനപക്ഷത്തുള്ളവർ ഏത് തരത്തിലായിരിക്കും അതിനെ കണ്ടുകഴിക്കുക? ന്യൂനപക്ഷ സംഘടനകളെ അടക്കം ഒപ്പം നിർത്താനും അതുവഴി ഒരു ന്യൂനപക്ഷ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കാനും അവർക്ക് അതുവഴി അത് പെട്ടിയിലാക്കാനും 102 സീറ്റ് വാങ്ങി വിജയിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഈ നിലപാടിൻ്റെ ഭാഗമായിട്ട്. അതിനായിരുന്നു അന്ന് ലീഗ് എന്ത് ചെയ്തു? ആ ഫാസിസ്റ്റ് വിരുദ്ധതയുടെ പ്രതിരോധത്തിൻ്റെ അട്ടിപ്പേറാവകാശം ഞങ്ങൾക്ക് തന്നെയാണ്, ഞങ്ങൾ ഉറപ്പായാലും വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്ന സഹോദരങ്ങളായിരുന്നു ഇവരന്ന് ചെയ്തിരുന്നത്. എന്നിട്ട് ഇന്ന് എന്താ സംഭവിച്ചത്? ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് പോലെ വെറുതെ ഒന്ന് UDF ഡേ ഇൻ UDF മീറ്റിംഗ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് അർച്ചന ചേട്ടാ നമ്മുടെ ലോക്സഭയിലെ മുത്തലാഖ് ബില്ല് പാസ്സാക്കുമ്പോൾ വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ഇവിടുത്തെ കേരളത്തിലെ അദ്ദേഹം കല്യാണം കൂടാൻ പോയിട്ട് അവിടെ പോയിരുന്നില്ല. അതുപോലെ ഒന്നുകിൽ UDF മീറ്റിങ്ങിൽ ഇവർ ഒന്നുകിൽ പോയില്ല, അല്ലെങ്കിൽ പിന്നെ ഉപസമിതി ഉണ്ടല്ലോ, പിന്നെ ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറാനാണ് ഞങ്ങളിവിടെ ഉപസമിതിയെ വെച്ച് പഠിക്കുന്നതെന്നാണല്ലോ ഇവരുടെ മന്ത്രി നൗഷാദ് അടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷംസുദ്ദീൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ചിലപ്പോൾ ആ യോഗത്തിൽ പോയിരിക്കുന്നു. ആ യോഗത്തിൽ പോയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഊഹം മാത്രമാണ്. യോഗത്തിൽ പോയിരിക്കുന്നു, പക്ഷേ ലീഗിനെ പാടെ അങ്ങ് ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് വന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു. ഇതാണല്ലോ ചെയ്തിരിക്കുന്നത്. ഇന്ന് ലീഗിന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, റാൻഡം തോട്ട്സ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് ലീഗിന് എന്ത് സംഭവിച്ചു? ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫ് അവിടെ നിന്നോട്ടെ, ഇന്ന് ലീഗിന് എന്ത് സംഭവിച്ചു? ലീഗിൻ്റെ വലിയ കൂട്ടുകാരായിരുന്നു ലീഗും പ്രതിപക്ഷ നേതാവും, അന്നത്തെ പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും തമ്മിൽ. ഇന്നത്തെ മുഖ്യമന്ത്രി ലീഗായിരുന്നല്ലോ പിൻബലം ഇദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു സൗഹൃദം, സാധാരണ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ രക്ഷിതാക്കളടക്കം പറയും, ശ്രദ്ധിക്കണം, ചന്ദനം ചാരിയ ചന്ദനമണക്കും, ചാണകം ചാരിയ ചാണകമടക്കും എന്ന് പറയും. അപ്പോൾ അന്ന് ചന്ദനമായിരുന്നു സത്യത്തിൽ നിലപാട് കൊണ്ട് നല്ല ചന്ദന സുഗന്ധമുള്ള നിലപാടുകൾ പറഞ്ഞിരുന്നത്. അത് PM ശ്രീ ആയിക്കോട്ടെ, മദ്യനയമായിക്കോട്ടെ, സാമൂഹിക സംഘടനകളുമായിട്ടുള്ള ജാതി സംഘടനകളുമായിട്ടുള്ള സമീപനമായിക്കോട്ടെ, എല്ലാത്തിലും നല്ല സുഗന്ധമുള്ള നിലപാടുകളായിരുന്നു. അപ്പോൾ അന്നൊരു സുഹൃത്തായി, ഏറ്റവും അടുത്ത സുഹൃത്തായി ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏറ്റവും അടുത്ത സുഹൃത്തായി നിലകൊണ്ടിരുന്നത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ കാര്യത്തിൽ ഒറ്റ കാര്യം ഇടപെട്ട് പറഞ്ഞോട്ടെ, കുഞ്ഞാലിക്കുട്ടി എല്ലാ കാലത്തും അതാത് കാലത്തെ മുഖ്യമന്ത്രിമാരുമായി ഏറ്റവും അടുപ്പമുള്ള ആളായിരിക്കും, അവർക്ക് ഏറ്റവും വലിയ പിന്തുണയും കൊടുക്കും. പക്ഷേ പിന്തുണയും കൊടുക്കും. ഞാൻ പറയുന്നത് അത് നല്ല ഒക്കച്ചങ്ങായിമാരായ കൂട്ടുകാരായിരുന്നു. പക്ഷേ ഇപ്പോൾ ലീഗിന് ഈ കാര്യത്തിൽ ചാണകം മണത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു തീർച്ചയായും. കാരണം ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള നിയമനങ്ങൾ ഈ ലീഗിലെ തന്നെ ആളുകളുടെ മുൻ നിലപാടിനെ പ്രതിസന്ധിയിലാക്കുന്ന, ലീഗിൻ്റെ തന്നെ നിലപാടിനെ പ്രതിസന്ധിയിലാക്കുന്ന ചില തീരുമാനങ്ങൾ ഇദ്ദേഹം എടുക്കുമ്പോൾ ലീഗിന് ഇതുപോലെ നിന്ന് പിന്തുണ കൊടുക്കാനല്ലാതെ മറന്നു പോകുന്നു. ഈ കാലഘട്ടത്തിൽ സത്യത്തിൽ KM ഷാജി പറഞ്ഞ പോലെ അറബിക്കടലിൽ കാണുന്ന ഒരു സാധനം ഒന്നേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ലീഗിന് കൈമോശം വന്ന ഒറ്റ കാര്യമാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ രാഷ്ട്രീയ നിലപാടുകളായിരുന്നു. ഈ ഘട്ടത്തിൽ അബ്ദുൾ വഹാബിൻ്റെ ഈ മറുപടി, ഈ ചോദ്യവും അതിലുള്ള മറുപടിയോടും കൂടി അറബിക്കടലിൽ നിന്ന് സത്യത്തിൽ അവർ വാരിയെടുത്തു കൊണ്ടുവന്നത് അവരുടെ നിലപാട് തന്നെയായിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് തുറന്നടിച്ചിരിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു ചർച്ചയില്ല, ഉപസമിതി വരട്ടെ, നമ്മൾ അതിൽ തീരുമാനം അറിയിക്കുന്നതാണ്. കാരണം ഇതൊരു പച്ചയായ സത്യമായി ഇങ്ങനെ മുന്നിൽ നിൽക്കുകയല്ലേ, ഇവരുടെ തന്നെ നിലപാട് ഇവരെ നോക്കിക്കൊണ്ട് ഇതിങ്ങനെയല്ലേ നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിരുന്നത് എന്ന നിലക്ക് അങ്ങനെ ഉള്ളതല്ലേ. കുറഞ്ഞ പക്ഷം അവരുടെ അണികളോടെങ്കിലും ഇവർക്ക് അവരെ ബോധ്യപ്പെടുത്തണ്ടേ ഇതിങ്ങനെയാണ്. ഇനി ഇതേ ഞാൻ പറഞ്ഞത് ഈ ചാണകമണം എന്നുള്ളത് അത് പാണക്കാടടക്കം ലീഗിലടക്കം എല്ലാവർക്കും നേരത്തെ മണത്തതല്ലേ, എല്ലാവരും മുറുമുറുപ്പുകൾ ഉന്നയിക്കുന്നില്ലേ, അതടക്കം UDF യോഗത്തിൽ പറയും, സംഭവിക്കും എന്ന് തന്നെയല്ലേ വിചാരിച്ചിരുന്നത്. അങ്ങനെ തന്നെ മുറുമുറുപ്പ് സംഭവിച്ചിട്ട് പോലും PM ശ്രീയുമായി മുന്നോട്ട് എന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ ലീഗിനെ കൂടുതൽ വിമർശിക്കാൻ നിൽക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഈ അറബിക്കടലിൽ നിന്ന് വാരിയെടുത്ത ഈ നിലപാടുമായി വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി കോൺഗ്രസ് അടക്കം ഭയപ്പെട്ടു.
ഇന്ന് മയപ്പെട്ടെന്ന് മാത്രമല്ല സമ്മർ സോൾട്ട് അടിച്ചു ഇദ്ദേഹം എന്നുള്ളതാണ്. അതിന് കാരണമായത് സത്യത്തിൽ വഹാബ് എം പിയുടെ ഈ കാര്യം കൊണ്ട്. ചെന്നിത്തല മാത്രമാണ്, ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി മാത്രമാണ് എന്താണ് ഈ വിഷയത്തിലുള്ള പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എന്ന് പഠിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും ഈ കാര്യം കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ചോദ്യങ്ങൾ കൂടിയാണല്ലോ പുറത്തിറങ്ങിയാൽ മൈക്ക് വെക്കുമ്പോൾ ആദ്യം വരുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതിനുള്ള ഒരു തടസ്സം, ഇത് പറഞ്ഞതുപോലെ ആരാണ് ഇന്ന് ആരോ ന്യായീകരിക്കുന്നത് കണ്ടിരുന്നു, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല. ആരാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം വാങ്ങിയെടുത്തത്? ആരാണ് ചോദിച്ചത്? ഞങ്ങളല്ലേ അത് ചോദിച്ചത്, ഞങ്ങളല്ലേ ഉത്തരം വാങ്ങിയെടുത്തത്. അതിലെന്താണ് കുറ്റം, പ്രശ്നം എന്താണ് എന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്നത് ഇതിനു മുമ്പ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് എന്തായാലും രോഗി ഇച്ഛിച്ചിരുന്നത് ഈ ഉത്തരമായിരുന്നില്ല. ഇതിനകത്ത് ഈ ചോദ്യങ്ങൾ അങ്ങനെ വരാൻ കാരണം ഞാൻ കരുതുന്നത് എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവരിത് പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ് PM ശ്രീ, എങ്ങനെയാണ് ഇത് നടപ്പാകുന്നതെന്ന് പഠിക്കുന്നതിനപ്പുറം അത് പഠിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് ഈ സമയത്താണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നേരത്തെ തന്നെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. എപ്പോൾ ഈ അധികാരത്തിൽ വരുന്നതിന്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ ചോദിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് ഇപ്പോഴാണ് ഇത് പഠിക്കാനുള്ള സമയമായി ഇവർ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് പഠിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വലിയ കനപ്പെട്ട ഡയലോഗുകളൊക്കെ ഈ ഷാജി നല്ല രസമായിട്ട് ഡയലോഗ് ഡെലിവറി ഉള്ള ആളാണ്. അദ്ദേഹം സിനിമയിലൊക്കെ പോയാൽ പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഡയലോഗ് ഡെലിവറിയുടെ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹത്തെ സിനിമയിലെടുത്തത്. അദ്ദേഹം കുറേ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അതുപോലെ കെ എം ഷാജിക്ക് വേണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അതുപോലെ അസാമാന്യമായ അതെ നല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഡെലിവറിയും പുള്ളി ചില വാക്കുകൾക്ക് കൊടുക്കുന്ന സ്ട്രെസ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തോന്നും. അപ്പോൾ അങ്ങനെ അദ്ദേഹം കടുപ്പത്തിൽ ഈ പറഞ്ഞു പോയ കാലത്തൊക്കെ തന്നെ ഇതേക്കുറിച്ചൊരു വ്യക്തത അദ്ദേഹത്തിന് എന്താണ് PM ശ്രീ എന്നും ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ സാങ്കേതികമായ വശം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമാണ്. അവർക്ക് അതുകൊണ്ടായിരിക്കാം ഈ ഉപസമിതി രൂപീകരിക്കപ്പെട്ടിട്ടും ഇക്കാര്യത്തിലൊരു ഇദ്ദേഹത്തെ ഇത്ര വളരെ കൃത്യമായ ഉത്തരങ്ങൾ ലഭിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ ഇവർക്ക് വൈകുന്നതിന് കാരണം അവർ ഇപ്പോഴാണ് പഠിക്കുന്നത്. ഇപ്പോഴാണ്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു നേട്ടമുണ്ടാക്കി PM ശ്രീ. അത് പക്ഷേ ആ നേട്ടം ഇതിനെക്കുറിച്ച് കാര്യമായി പഠിക്കാതെ തന്നെ ഇവരുണ്ടാക്കിയതാണെന്നുള്ളതാണ്. ലീഗിന് എന്തായാലും ഈ വിഷയത്തിലൊരു തിരിച്ചറിവ് ഈ ഘട്ടത്തിലെങ്കിലും അല്പമെങ്കിലും വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഉപസമിതി റിപ്പോർട്ട് വരട്ടെ, അതിലെന്താണ് പ്രതികരിക്കുന്നത്, അതിലെന്താണ് നിലപാടറിയിക്കുന്നതെന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ലീഗിന് ഒരു വെളിപാട് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നത്. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ലീഗിനെ അഭിനന്ദിക്കാൻ വേണം, ആരും നിരാശപ്പെടുത്തരുത് എന്നുള്ളതാണ്. കാരണം അവർ തന്നെ പറഞ്ഞ അവരുടെ നിലപാടിനെ സാധൂകരിക്കണമെങ്കിൽ തീർച്ചയായും ഈ ഘട്ടത്തിൽ ഇങ്ങനെയെങ്കിലും നിലകൊള്ളണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊരു പ്രതീക്ഷ കൂടിയാണ്. കാരണം ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നയവും ഭരണപക്ഷത്തെത്തുമ്പം വെറും നുണയും പണവും മാത്രം എന്നുള്ളൊരു നയത്തിലേക്ക് നമ്മൾ മാറരുതല്ലോ. 4 കാശിനു വേണ്ടി നയത്തെ അറബിക്കടലെറിയേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ ആ നയത്തിലായിരുന്നു അന്ന് ഊന്നി നിന്നിരുന്നത്. ആത്മാഭിമാനം പണയം വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തമിഴ്നാട് മോഡലിൽ നിങ്ങൾ കോടതിയിൽ പോകണം എന്ന് പറഞ്ഞ ആളാണ് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം അതൊക്കെ ഓർത്തിട്ടുണ്ടാവും. അദ്ദേഹത്തെ അതെല്ലാം അല്ലെങ്കിൽ തിരിച്ച് ബൂമറാങ്ങായി അദ്ദേഹത്തിൽ തന്നെ വന്ന് ഭവിച്ചിട്ടുണ്ടാകും. എന്തായാലും ഇതൊരു പ്രതീക്ഷയാണ് കേട്ടോ ഇന്ന് ലീഗ് വന്നിട്ട് ഇത്തരമെങ്കിലും പറഞ്ഞതിൽ. തീർച്ചയായും. മാത്രമല്ല ഒരുപക്ഷെ അതായത് ഒന്ന് സംസ്ഥാനത്തിന് പണം ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പം കടക്കണിയിലാണ് ഈ സംസ്ഥാനമെന്ന് വല്ലാതെ പറയുകയും കൂടുതൽ കടമെടുക്കാനുള്ള അനുമതി തേടിക്കൊണ്ട് കേന്ദ്രത്തിന് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അതധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും അതങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് സമാന്തരമായി എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഈ കാര്യത്തിലൊക്കെ പണം ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ നടത്തുന്നത്. അതിൽ പക്ഷേ ഈ പറഞ്ഞ രാഷ്ട്രീയം ഭരണത്ത് വെച്ചിട്ടുള്ള ശ്രമം ആകുമ്പോഴുള്ള പ്രശ്നമാണത്. ലീഗ് പക്ഷേ ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ഈ കാര്യത്തിൽ കടുത്ത നിലപാട് ഇനി തുടർന്നങ്ങോട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അതിന് വേറൊരു കാരണം, എന്താ പ്രശ്നം, ലീഗിന് വോട്ട് ചെയ്തവർ അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ UDF വോട്ട് ചെയ്തവരിൽ ബഹുഭൂരിപക്ഷവും PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നവരാണ്, അതിനോട് എതിർപ്പുള്ളവരാണ്, അത് രാഷ്ട്രീയമായി എതിർപ്പുള്ളവരാണ്. അതായത് ഒരുപക്ഷെ ലീഗിനുള്ളതിനേക്കാൾ രാഷ്ട്രീയം ആ വോട്ട് ചെയ്തവർക്കുണ്ട്. ഈ കാര്യത്തിൽ നിലപാടുണ്ട്. ഈ കാര്യത്തിൽ അത് ലീഗ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ അഴകുഴമ്പൻ നിലപാട് ഈ സമയത്ത് ഇതുവരെ സ്വീകരിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ എതിർപ്പുണ്ടായി. മാത്രമല്ല ഈ വലിയ പിന്തുണ കൊടുത്ത ആളുകളെല്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ എതിർപക്ഷത്ത് നിൽക്കുന്നവർ, രാഷ്ട്രീയമായി ലീഗിനെ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘടനകൾ, ഇപ്പോൾ SDPI പോലുള്ള സംഘടനകളൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് ലീഗിനെതിരെ ഉന്നയിക്കുന്നത് ഈ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ആ നിലയ്ക്ക് രാഷ്ട്രീയ പരാജയം
പരാജയം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വിഷയമാണെന്ന് ഇവർക്കറിയാം. വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പിന്തുണ സർക്കാരിന് കൊടുത്ത അല്ലെങ്കിൽ UDF കൊടുത്ത പാർട്ടി എന്ന് വെച്ചാൽ അവരുടെ വലിപ്പം കൊണ്ടല്ല, വലിപ്പത്തിൽ വളരെ ശുഷ്കമായ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് അത്യാവശ്യം പ്രചാരണോപാധികളുണ്ട്, ചാനലുണ്ട്, TV ഉണ്ട്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് TV മറ്റേ പത്രമൊക്കെ ഉള്ളതുകൊണ്ട് അവർ നല്ല പിന്തുണ കൊടുത്തിരുന്നു. ആ പിന്തുണയും ഒറ്റയടിക്ക് ഈ വിഷയത്തിൽ അവർക്ക് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അങ്കലാപ്പിലാവുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തൽക്കാലം തീരുമാനത്തിൽ അവർ മുൻ തീരുമാനത്തിൽ, അതായത് PM ശ്രീ വേണ്ടെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. PM ശ്രീയിൽ ഓരോ ദിവസവും ഓരോ വാദങ്ങൾ നിരത്തിയാണ് UDF മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്ന വാദങ്ങളും നിലപാടും എന്തായാലും UDF ഇപ്പോൾ തൊടുക പോലും ചെയ്യുന്നില്ല. എന്നാൽ എല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ തലയിലിടുക എന്ന രീതി തുടരാൻ ശ്രമിക്കുന്നുമുണ്ട്. പഴിമൊത്തം കഴിഞ്ഞ സർക്കാരിന് നൽകി രക്ഷപ്പെടുക എന്ന UDFന്റെ ആ നിലപാടിനേറ്റ അടിയാണ് ഇന്നും ഇന്നലെയുമായി രാജ്യസഭയിൽ ഉണ്ടായത്. എല്ലാത്തിനും ഉത്തരവാദി കഴിഞ്ഞ സർക്കാർ വെച്ച ഒപ്പാണെന്ന വാദം ഇനി എന്തായാലും നിലനിൽക്കില്ല എന്നും വ്യക്തം. കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ പറഞ്ഞ കാര്യം ഇപ്പോഴാണ് താൻ അറിയുന്നതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. മുന്നണിയിൽ ചർച്ച പോലും ചെയ്യാതെ PM ശ്രീ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ UDF കൺവീനർക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാകില്ല. അറബിക്കടലിൽ താഴ്ത്തുമെന്നും ചവറ്റുകൊട്ടിയിൽ എറിയുമെന്നുമെല്ലാം വെല്ലുവിളിച്ച മുസ്ലിം ലീഗിനും ഇപ്പോൾ അത്ര ശക്തമായ നിലപാടില്ല. എന്തായാലും പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ നിലപാടുകളെല്ലാം കാറ്റിൽ പറത്തി PM ശ്രീയുമായി മുന്നോട്ട് പോകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.